പോത്തുകൽ ഗ്രാമപഞ്ചായത്തിൽ നബാർഡിന്റെ ധനസഹായത്തോടുകൂടി ജൻശിക്ഷൻ സംസ്ഥാനം നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി സുസ്ഥിര വികസന പദ്ധതിയിലൂടെ ക്ലബിന് തുടക്കമായി. സ്പോർട്സാണ് ലഹരി എന്ന ആശയം മുൻനിർത്തി ലക്ഷ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനാണ് തുടക്കം കുറിച്ചത്. വിവിധ ആദിവാസി നഗരങ്ങളിലെ 200ഓളം യുവതി യുവാക്കളുടെ നേതൃത്വത്തിലാണ് ലക്ഷ്യയുടെ പ്രവർത്തനം നടക്കുക. ഫുട്ബോൾ, ഷട്ടിൽ, ക്രിക്കറ്റ് തുടങ്ങിയ കായിക ഇനങ്ങളും തനത് കലാരൂപങ്ങളും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതി യുവാക്കളെ ലഹരിക്ക് അടിമപ്പെടുന്നതിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. 5 വർഷം കൊണ്ട് പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ 500 ആദിവാസി കുടുംബങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പുവരുത്തുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ക്ലബിന്റെയും പ്രവർത്തനം. സുസ്ഥിര വികസന പദ്ധതിയിൽ കൃഷി, മൃഗസംരക്ഷണം തുടങ്ങിയവയും കലാകായിക വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതും ഉൾപ്പെടുന്നുണ്ട്. 5 കോടി രൂപയാണ് നബാർഡ് പദ്ധതിക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ലക്ഷ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം PV അബ്ദുൾ വഹാബ് MP നിർവഹിച്ചു. യുവതി യുവാക്കൾക്ക് ആവശ്യമായ ഫുട്ബോൾ, ഷട്ടിൽ, ക്രിക്കറ്റ് ബാറ്റ് എന്നിവ തുടങ്ങിയ സ്പോർട്സ് കിറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെടുന്ന സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി വിവിധ സ്പോർട്സ് വിഭാഗങ്ങളിൽ ശാസ്ത്രീയമായ പരിശീലനം നൽകി ദേശീയ തലത്തിൽ ക്ലബിനെ വളർത്തിയെടുക്കുക എന്നത് പദ്ധതിയുടെ ലക്ഷ്യമാണ്. പരിപാടിയുടെ ഭാഗമായി ഷൂട്ടൌട്ട് മത്സരം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് അധ്യക്ഷത വഹിച്ചു. കരിയർ ഗൈഡൻസിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് PSC കോച്ചിംഗ് ഉടനെ ആരംഭിക്കും. ഗ്രാമപഞ്ചായത്ത്, ജനമൈത്രി, എക്സൈസ്, പട്ടികവർഗ വികസന വകുപ്പ്, മറ്റു വികസന ഏജൻസികളുടെ സഹായം കൂടി പദ്ധതിക്ക് ലഭിക്കും. ഗ്രാമപഞ്ചായത്ത് അംഗം ഷമീർ, ജനമൈത്രി എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ്, JSS ഡയറക്ടർ V ഉമ്മർകോയ, PTDC പ്രസിഡന്റ് ലക്ഷ്മി ബാബു, ലക്ഷ്യ ക്ലബ്ബ് സെക്രട്ടറി രാഹുൽ, JSS ട്രൈബൽ കോർഡിനേറ്റർ K രജീഷ്, മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര.